എല്ലാവർക്കും നമ്മുടെ കുഞ്ഞു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ പൂ മുതൽ വേര് വരെ ഔഷധ ഗുണമുള്ള എരിക്ക് എന്ന സസ്യത്തെക്കുറിച്ചാണ്. അപ്പോസൈനേസി കുടുംബത്തിൽപ്പെട്ട കാലോട്രോപ്പിസ് ജൈജാൻഡെ എന്ന ശാസ്ത്രീയ നാമത്തിൽ അറിയപ്പെടുന്ന എരിക്ക് കേരളത്തിലെ പറമ്പുകളിലും വഴിയരികിലും ധാരാളമായിട്ട് കാണപ്പെടുന്നുണ്ട്. വെള്ളപ്പൂവോടുകൂടിയ വെള്ളരിക്കും ചുമന്ന അല്ലെങ്കിൽ വയലറ്റ് നിറത്തോടു കൂടിയ ചിറ്റരിക്കും സാധാരണമാണ്. നിറയെ ഔഷധ ഗുണമുള്ളൊരു സസ്യമാണെന്ന് പറഞ്ഞു. ഇവൻ്റെ ഔഷധ ഗുണങ്ങളെക്കുറിച്ച് തന്നെയാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നതും. ക്രൗൺ ഫ്ലവർ, ജയൻറ്റ് മിൽക്ക് വീഡ്, അതുപോലെ ജയൻറ്റ് കാലോട്രോപ്പ് എന്നിങ്ങനെ നിരവധി പേരുകളിലും ഇവനറിയപ്പെടുന്നുണ്ട്. നല്ല വെയിൽ കിട്ടുന്ന ചതുപ്പ് പ്രദേശങ്ങളിൽ നന്നായിട്ട് വളരുന്നു. അതേപോലെ മരുഭൂമിയിലും കാണപ്പെടുന്നൊരു സസ്യമാണ്. വെയിലിനെ അല്ലെങ്കിൽ നമ്മുടെ വേനലിനെ അതിജീവിക്കാൻ കഴിവുള്ള ഒരു സസ്യം. നമ്മുടെ ഈ എരിക്ക് ഔഷധ ഗുണമുള്ളതുപോലെ തന്നെ ആത്മീയപരമായിട്ടും കാർഷികപരമായിട്ടും ഇവൻ്റെ ഗുണങ്ങൾ എടുത്തു പറയേണ്ടതാണ്. ഔഷധപരമായിട്ട് നോക്കുകയാണെങ്കിൽ എരിക്കിൻ്റെ വേര് മുതൽ പൂവ് വരെ ഔഷധ ഗുണമാണ്. ഓരോ അസുഖങ്ങൾക്കും വളരെയധികം അത്യാവശ്യമാണ്. ഇനി ആത്മീയപരമായിട്ട് നോക്കുകയാണെങ്കിൽ ഹൈന്ദവ ക്ഷേത്രങ്ങളിലെ ഹോമത്തിനായിട്ടും ശിവക്ഷേത്രങ്ങളിലെ വിഗ്രഹത്തിന് ഹാരമായിട്ടും ഒക്കെ എരിക്കൻ പൂക്കളാണ് ഉപയോഗിക്കുക. പിന്നെ ദുരാത്മാക്കളെയൊക്കെ അകറ്റുന്നതിനും എരിക്കൻ പൂക്കൾ ഉപയോഗിക്കാറുണ്ടെന്നാണ് മിത്ത്. പിന്നെ കാർഷികപരമായിട്ട് നല്ലൊരു ജൈവ കീടനാശിനിയാണ്. അണുനശീകരണ സ്വഭാവം ഉള്ളതുകൊണ്ട് തന്നെ നല്ലൊരു ജൈവ കീടനാശിനിയാണ് എരിക്ക്. ഇതിൻ്റെ വേരിലെ തൊലി, കറ, ഇല, പൂവ്, പൂമൊട്ട് എന്നിവയെല്ലാം ഔഷധ നിർമ്മാണത്തിന് ഉപയോഗിക്കുന്നുണ്ട്. ത്വക്ക് രോഗങ്ങൾ, ഛർദി, രുചിയില്ലായ്മ, മൂലക്കുരു, വാതരോഗങ്ങൾ എന്നിവയ്ക്കെല്ലാം അത്യുത്തമമാണ്. സുശ്രുത സംഹിതയിലും ചരക സംഹിതയിലുമെല്ലാം ഈ സസ്യത്തിൻ്റെ അല്ലെങ്കിൽ എരിക്കിൻ്റെ ഔഷധ ഗുണം പരാമർശിച്ച് കാണപ്പെടുന്നുണ്ട്. ആണിരോഗം, ഉപ്പുറ്റിവേദന, മുട്ടുവേദന, നട്ടെല്ല് വേദന, ശരീരത്തിലെ അരിമ്പാറ എന്നിവയ്ക്കെല്ലാം ഈ സസ്യത്തിൻ്റെ ഇലയും കറയും നല്ലതുപോലെ ഉപയോഗിക്കുന്നു. എരിക്കിൻ്റെ പഴുത്ത ഇല അരച്ച് നെറ്റിയിൽ പുരട്ടി തലവേദന ശമിപ്പിക്കാറുണ്ട്. അതുപോലെ ഇതിൻ്റെ കറ അല്ലെങ്കിൽ പാല് പഞ്ഞിയിൽ മുക്കി പല്ലുവേദനയുള്ള ഭാഗത്ത് കടിച്ചു പിടിച്ച് പല്ലുവേദനയ്ക്ക് ശമനം കിട്ടാറുണ്ട്. പിന്നെ ഉപ്പ്, ഇതിൻ്റെ തളിരില എന്നിവ അരച്ച് കെട്ടി 3 ദിവസം സന്ധിവേദനയുള്ള ഭാഗത്ത് വച്ച് കിട്ടുകയാണെങ്കിൽ വേദന മാറുമെന്നാണ് പറയപ്പെടുക. ഇവയുടെ ഉണങ്ങിയ പൂക്കൾ പൊടിച്ച് ഇന്ദുപ്പും ചേർത്ത് ആസ്മ, ചുമ എന്നിവയ്ക്ക് മരുന്നായിട്ട് ഉപയോഗിക്കാം. മുറിവുണ്ടായാൽ എരിക്കിൻ്റെ കറ ഒഴിച്ച് വേഗം ഭേദമാക്കാമെന്നാണ് പറയുക. അതുപോലെ വിരലുകളിലെ കുഴിനഖം, വളങ്കടി എന്നിവയ്ക്ക് കറ അത്യുത്തമമാണ്. പഴുത്ത ഇല ചൂടാക്കി ഉപ്പുറ്റി ചവിട്ടിയാൽ ഉപ്പുറ്റിയുടെ വേദന മാറുമെന്നാണ് പറയുന്നത്. അതുപോലെ എരിക്കിൻ്റെ ഇലയിട്ട് തിളപ്പിച്ച വെള്ളത്തിൽ കുളിച്ചു കഴിഞ്ഞാൽ വാതരോഗങ്ങൾക്ക് ശമനം ഉണ്ടാകും. തേങ്ങാപ്പാലും എരിക്കിൻ കറിയും കൂടെ ചേർത്ത് വെയിലത്തുണക്കി വറ്റിച്ച് ഏകദേശം നല്ല ഉണങ്ങിയതല്ല, ഉണങ്ങുന്നതിന് കുറച്ച് മുമ്പായിട്ട് ആ വറ്റിച്ച ഭാഗം വറ്റിച്ച ആ മിശ്രിതം എടുത്ത് നമ്മുടെ ത്വക്കിൽ പുരട്ടിക്കഴിഞ്ഞാൽ ത്വക്ക് രോഗങ്ങൾക്ക് ശമനം ഉണ്ടാകാറുണ്ട്. അതേപോലെ എരിക്കിൻ്റെ പൂവ് ശർക്കര ചേർത്ത് കൃമിശല്യത്തിന് ചെറിയ ഉരുളകളാക്കി കുട്ടികൾക്ക് കൊടുക്കാറുണ്ട്. അതേപോലെ വിഷജന്തുക്കളായ തേള്, പഴുതാര എന്നിവയൊക്കെ കടിച്ചു കഴിഞ്ഞാൽ എരിക്കിൻ്റെ ഇലയും കുരുമുളകും കൂടെ ചേർത്തും ചെറിയ ഉരുളകളാക്കി പണ്ട് മുതിർന്നവർ കൊടുക്കുക പതിവാണ്. ആഴ്ചയിൽ 1-2 ദിവസമൊക്കെ എരിക്കിൻ്റെ തളിരിലയിട്ട് വെള്ളം നമ്മൾ കുടിക്കാനായിട്ട് ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിലെ കൊഴുപ്പ് അകറ്റാം, രക്തസമ്മർദ്ദം കുറയ്ക്കാം. ഇനി ഇതിൻ്റെ ദോഷങ്ങളെന്ന് പറഞ്ഞാൽ ഗർഭിണികൾക്കും മുലയിട്ടുന്ന അമ്മമാർക്കും ഒന്നും ഇതിൻ്റെ എരിക്കിൻ്റെ ഇല ഒരു തരത്തിൽ ഉപയോഗിക്കാൻ പാടുള്ളതല്ല, ഒരു ചികിത്സയ്ക്ക് ഉപയോഗിക്കാൻ പാടുള്ളതല്ല. പിന്നെ എരിക്കിലെ ഔഷധ ഘടകങ്ങൾ നമുക്ക് ഉന്മാദം, വേദന, അപസ്മാരം, ഉറക്കം തുടങ്ങിയ കേന്ദ്ര നാഡീ പ്രവർത്തനങ്ങളെ ബാധിക്കുമെന്നാണ് ഗവേഷകർ തെളിയിച്ചിട്ടുള്ളത്. അതായത് എത്ര ഔഷധ ഗുണം ഉണ്ടെങ്കിലും ഏതൊന്നും അമിതമായാൽ ആപത്താണ്. എരിക്കുമായി ബന്ധപ്പെട്ട പല വിശ്വാസങ്ങളും നിലനിൽക്കുന്നുണ്ട്. ഇതിൽ ചെറിയൊരു കഥ പറയാം. എരിക്കിൻ പൂവ് ഒരു പൂജാ പുഷ്പമാണല്ലോ. പൗരാണിക സങ്കല്പം അനുസരിച്ച് പാലാഴി മദനം നടന്നപ്പോൾ വാസുകി ഛർദ്ദിച്ച വിഷത്തിൽ നിന്നും ഭൂമിയെ രക്ഷിക്കാനായി അല്പം പരമശിവൻ കയ്യിലെടുത്ത് കഴിക്കാൻ തുടങ്ങിയപ്പോൾ അതിൽ നിന്ന് ഏതാനും തുള്ളികൾ ഭൂമിയിൽ പതിച്ചുവെന്നും എരിക്കെന്ന് പറയുന്ന ഈ സസ്യം അത് സ്വീകരിച്ചു എന്നുമാണ് പറയപ്പെടുക. അതുകൊണ്ടാണ് എരിക്കിന് വിഷാംശം ഉണ്ടായത് എന്നുമാണ് ഐതിഹ്യം. ഇതേപോലെ ദുരാത്മാക്കളെ അകറ്റുന്നതിന് ക്ഷേത്രങ്ങളിലെ ഹോമത്തിന് എരിക്കിൻ പൂവ് എടുക്കുന്നതിന് ഇതുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് ഒരുപാട് കഥകളൊക്കെ ഉണ്ട്. അപ്പോൾ തൽക്കാലം ഈ വേറെ കഥകളൊന്നും ഞാൻ പറയുന്നില്ല. പിന്നെ എരിക്കിൻ്റെ മറ്റൊരു പ്രത്യേകത നമുക്കറിയാമല്ലോ. എരിക്കിൻ്റെ വേര് പോയിട്ട് ഏതൊരു ഭാഗം ഒടിച്ചു കഴിഞ്ഞാലും അവിടെ നിന്ന് കറ അല്ലെങ്കിൽ പാല് യഥേഷ്ടം വരാറുണ്ട്. പൂവായാലും ഇലയായാലും തണ്ടായാലും വളരെയധികം ഔഷധ ഗുണമുള്ളൊരു കറയാണ് എരിക്കിൻ പാല്. ചില വൃക്ഷങ്ങൾ എത്ര തന്നെ നല്ലതാണെങ്കിൽ പോലും വീടിൻ്റെ പരിസരത്തിനോട് ചേർത്ത് നമ്മൾ വളർത്താറില്ല. അതേപോലെ എരിക്കും വീടിനോട് ചേർന്ന് വളർത്താറില്ല, കുറച്ച് ദൂരം മാറ്റിയോ അങ്ങോട്ടൊക്കെ ആണെങ്കിലേ വളർത്താവൂ. അപ്പോൾ എരിക്കുമായിട്ട് ഒരുപാട് വിശേഷങ്ങളുണ്ട്. തൽക്കാലം വീഡിയോയുടെ എല്ലാവർക്കും നന്ദി പറയുന്നു. താങ്ക് യു.